ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഈവനിങ് റൂട്ടീനാണ്. ഫുൾ ഡേ ഒന്നല്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് എൻ്റെ പരിപാടികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു വ്ളോഗ് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു ഒരു ജ്യൂസ് റെസിപ്പി, ചിരങ്ങ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡൗട്ട് കുറേ പേര് ചോദിച്ചതിനോട് എന്താ ഈ സാധനം എന്നൊക്കെ. അപ്പം എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് കേട്ടോ ആ സാധനം. അങ്ങനൊരു വെജിറ്റബിളാണ്, നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യണതാണ്. ഇപ്പം നമ്മൾ നോമ്പ് കാലത്തൊക്കെ അത് താളിക്കാനൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ വ്ളോഗിലേക്ക് കടക്കാം. ഇത് ഞാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ തുടങ്ങണത് തന്നെ എനിക്ക് ഡ്രസ്സുകളൊക്കെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തുടങ്ങിയത് കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ മടക്കുന്നതിന് വേണ്ടി അത് വേർതിരിച്ച് വെക്കുകയാണ്. മക്കളതും എൻ്റെതൊക്കെ വേർതിരിച്ച് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് മടക്കി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ വേർതിരിച്ച് കണ്ടാണ് ഞാൻ മടക്കി വെക്കാറുള്ളത് സാധാരണ. അപ്പം ചെറിയ മോളുണ്ട്, അവൾക്ക് ഈ മാസമാണ്. അപ്പോൾ അവൾക്ക് കുറേ തുണികളൊക്കെ ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരുപാട് ഉണ്ടാവാറ് മടക്കി വെക്കാനൊക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ മോളതാണ്, അപ്പോൾ അവളത് വേറെ മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി വെച്ച് സെപ്പറേറ്റ് ആക്കി കണ്ടാണ് ഞാൻ അങ്ങനെ മടക്കി വെക്കാറ്. ഡ്രസ്സ് മടക്കി വെക്കലാണ് എനിക്കൊരു പണി തന്നെയാണ്, കാരണം ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ ചെറിയ മോളുതായാലും വലിയ മോളുതായാലൊക്കെ അവരങ്ങനെ ഇടുക കഴിച്ചിടുക, അതാണ് അവരുടെ ഒരു ശീലം. അപ്പോൾ അതേമാതിരി തന്നെ അലക്കാനും ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസത്തേതായിരിക്കും ഒരുമിച്ചേക്കാരം ഞാൻ മടക്കി വെക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മടക്കിക്കൽ കഴിഞ്ഞു. ഇനി മേശൻ്റെ വിരിപ്പ് അന്ന് അലക്കാൻ വേണ്ടി എടുത്തിരുന്നു. അപ്പോൾ അത് ഇനി വിരിച്ചിടണം. അപ്പോൾ അത് വിരിച്ചിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇസ്തിരിപ്പെട്ടിയും അതുപോലെ മോളുടെ ബാഗൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇസ്തിരി ഞാൻ ഈ മേശമ്പ തന്നെയാണ് ഇടാറ്. അപ്പോൾ അവിടെ തന്നെയാണ് ഇസ്തിരിപ്പെട്ടി വെക്കാറ്. പിന്നെ അത് തിരഞ്ഞ് നടക്കണ്ടല്ലോ, അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാനത് അവിടെ തന്നെയാണ് വെക്കാറ്. ഇനി അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഒരുമിച്ച് 2 നേരത്തിനും ഒരുമിച്ചാണ് വെക്കാറ്. അപ്പോൾ ഞങ്ങളവിടെ അധികം ആൾക്കാരൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 നേരം ഇങ്ങനെ വെക്കാറില്ല. ഒരു നേരം വെച്ചിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റലാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി ഞാൻ ആദ്യം ചോറ് എന്നിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടാണ്ട് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കലാണ്. ശേഷം ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കലാണ്. അപ്പോൾ നമുക്ക് പാകത്തിലെ ചൂടും കിട്ടും. അപ്പോൾ നമ്മൾ ചോറൊന്ന് ഫ്രഷായും കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചോറ് നന്നായി കഴുകിയിട്ടുണ്ട്. ശേഷം ഇത് ഞാൻ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്യാസിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ അടുത്തുള്ള ജനലിൻ്റെ ഒന്ന് തുറന്നിടും കേട്ടോ. കാരണം ഗ്യാസ് എപ്പോഴും എന്താണ് നമുക്ക് സ്മെല്ലൊക്കെ വരും. അതുപോലെ അതിന് ചെറിയ ചെറിയ ലീക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്യാസുള്ള നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴും അതൊരു തുറന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗ്യാസ് എപ്പോഴും എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. എനിക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് രാവിലെ ചോറുണ്ടാക്കുന്നതും ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നത് വിറകടുപ്പുമ്മലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വൈകുന്നേരമാണ് വിറകൊക്കെ ഇങ്ങോട്ട് അടുപ്പത്തിൻ്റെ കൊണ്ട് വെക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞു ശേഷം ഇനി ചായക്കെല്ലാം വെള്ളം വെക്കുകയാണ്. ചായ ഞങ്ങളൊരു പ്രാവശ്യം കുടിച്ചു മോള് വന്ന ഉടനെ. അപ്പോൾ ഇനി ഇത് ഉമ്മാക്കുള്ള ചായയാണ്. അപ്പോൾ ഇമ്മ ഈ സമയത്ത് ഇവിടെ ഇല്ല, പുറത്ത് പോയിക്കാണ്. അപ്പോൾ ഇനി ഇമ്മ വരുമ്പോഴത്തേന് കുറച്ച് ചായ തിളപ്പിച്ച് വെക്കുകയാണ്.
അപ്പോൾ ശേഷം ഞാൻ നമ്മൾ ചോറൊന്ന് നോക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തിളച്ചിക്കണമെന്ന് നോക്കുകയാണ്. പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സമയം ഞാൻ മോൾക്ക് രാത്രിയേക്ക് കോളിഫ്ലവർ പൊരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും കോളിഫ്ലവറിലൊക്കെ അധികം കീടനാശിനിയാണ്. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ. ശേഷം അതിലേക്ക് ഇത് കിടക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു 10-15 മിനിറ്റ് ഇതിലിങ്ങനെ വെക്കാം. ശേഷം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ മോള് ഇവിടെ എൻ്റെ വേക്കലിൽ ഇരുന്നിങ്ങനെ പഠിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര പേടിത്തൊണ്ടത്തിയാണ്. ഞാൻ എവിടെ ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ ബുക്കും കൊണ്ട് ഇങ്ങനെ വരലാണ്. അപ്പോൾ അവിടെ ചെന്നിങ്ങനെ വായിക്കാനൊന്നും മടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. കാരണം അങ്ങനെ എൻ്റെ മൂട്ടിൽ കൂടെ അങ്ങനെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഈ സമയം നമ്മൾ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടിയിട്ട് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഓഫ് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിത് ഊറ്റി വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചട്ടി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യലുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ സംഭവം മറന്നു. അപ്പോൾ അതുകൊണ്ട് ചട്ടി ഇവിടെ വെച്ചിട്ട് പിന്നെ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ സ്ട്രെയിൻ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഓട്ടപാത്രം ഉണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മൾ സിങ്കിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്ത് കിട്ടും, വലിയ പണിയൊന്നുമില്ല. ശേഷം ഇത് ഞാൻ ഈ ചെമ്പിലേക്ക് തന്നെ ഇറക്കി വെക്കും. കാരണം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചോറിന് കിട്ടാനാണ്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശേഷം ഇവിടേക്ക് ഒന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ടുണ്ടാക്കുക, അത് അടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞു. ഇനി വേണ്ടത് ചെറിയ മോൾക്ക് കുറുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അവൾക്ക് രാത്രികൾക്കുള്ള കുറുക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇപ്പം തന്നെ ഉണ്ടാക്കിയാലേ ഇത് അപ്പോഴേക്ക് ചൂടാറി കിട്ടുള്ളൂ. അപ്പോൾ ഇത് പോഷകക്കൂട്ടോ എന്തോ പറഞ്ഞ് ഞാൻ പുറത്തുനിന്ന് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ പലതരം ധാന്യങ്ങളൊക്കെ ഉണ്ട്. അത് ധാന്യങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. അത് അവർ ഉണക്കിയിട്ട് തരും. ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബേബി ഫുഡാണ്. കാരണം ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു 10-18 ധാന്യങ്ങളേറ്റവും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കൽക്കണ്ടം കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ ഇതിലേക്ക് ലാക്ടോജനും ചേർത്ത് കൊടുത്തിട്ടാണിത് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഇതൊന്ന് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല വലിപ്പത്തിലൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കാരണം കോളിഫ്ലവറിൽ അത്രയും വിഷാംശമൊക്കെ ഉണ്ടാവും. പുറത്തുനിന്ന് വാങ്ങണതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിത് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാനിത് അതിൽ നമുക്ക് മസാല കൂട്ടി വെക്കുന്നത്. ഫ്രൈ ചെയ്യാനുള്ള മസാല ഞാൻ കൂട്ടി വെക്കുന്നത് കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും പൊടി കുറച്ച് ഉപ്പും പിന്നെ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടാണ്. ഞാൻ സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കാറുണ്ട്. ഈ സമയം ഇപ്പം എൻ്റെ അടുത്ത് അതില്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രികൾക്കല്ലേ, അപ്പോൾ അവൾക്ക് എങ്ങനെ പൊരിച്ചാലും അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ശേഷം നമ്മൾ മോളുടെ കുറുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഒന്ന് അടിച്ച് വെക്കുകയാണ്. കാരണം ഇത് ഞാൻ ഇപ്പോഴല്ല കൊടുക്കാറ്, മഗ്‌രിബ് നിസ്കരിച്ച ശേഷമാണ് ഇത് കൊടുക്കാറ്. കാരണം അവൾക്ക് ഒരുപാട് ടൈം വേണത് തിന്നാൻ വേണ്ടി. അപ്പോൾ ശേഷം ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യാണ്. നമ്മുടെ അടുപ്പത്ത് കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പരന്ന് കിടക്കുന്നതും പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പണികളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ. കോളിഫ്ലവർ പൊരിക്കാനും കുട്ടിക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇനി
മോൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതൊക്കെ നോക്കുകയാണ്. കാരണം അവളെൻ്റെ മൂട്ടിൽ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ വേക്കിലൂടെ തന്നെ നടക്കുന്നുണ്ട്, അത് ഇത് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ അവളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ, വായിക്കാൻ എഴുതാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഓരോ മൂടാണ്, ചിലപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ വേക്കിൽ കൂടെ നടക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു കേട്ടോ. ശേഷം ചെറിയ മോൾക്കന് തിന്നാൻ കൊടുക്കുന്ന ടൈമാണ് ഇത്. പോയി ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കാറ്. പിന്നെ കൊടുക്കുന്ന സ്ഥലം കണ്ട് ഞെട്ടൊന്നും വേണ്ട കേട്ടോ. ഇത് വീതനമ്മലാണ്. വീതം പറഞ്ഞാൽ നമ്മൾ റേക്കുമ്മ വീതൻ്റെ അടുപ്പിച്ചിട്ടുള്ളത്. കാരണം അവൾക്ക് അങ്ങനെ കൊടുത്താലേ അവൾ കഴിക്കുള്ളൂ. ഈ കാൽമ കൊടുത്തിയാണ്ടോ മടിയിലിരുത്തിയാണ്ടൊന്നും അവൾക്കത് ശീലമല്ല. ഈ സമയത്ത് മോള് പിന്നെ കണ്ടോ, വലിയ മോള് ഫ്രഷായി വന്ന് വീണ്ടും ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുണ്ട് എൻ്റെ വേക്കിലൂടെ. അപ്പോൾ വലിയ ചെറുതിന് ഞാൻ തിന്നാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മോൾക്ക് തിന്നാൻ കൊടുക്കാൻ ഒരുപാട് ടൈം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടാക്കിയത്, അല്ലെങ്കിൽ മഗ്‌രിബ് ഞാൻ തെറ്റും. അപ്പോൾ അവൾക്ക് ഈ സമയത്ത് അടുക്കളയിലത്തെ എൻ്റെ സാമഗ്രികളാണ് കേട്ടോ അവൾക്ക് വേണ്ടതൊക്കെ. അപ്പോൾ അതൊക്കെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ തിന്നാനൊക്കെ കൊടുക്കാറ്. തിന്നാനെന്നാൽ കുറേ മടി തന്നെയാണ്, കുറേ നേരം വായിലൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ അവർ കഴിക്കാറൊക്കെ. അപ്പോൾ അങ്ങനെ അവൾക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ മോൾക്ക് സംശയമൊക്കെ തീർത്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാണ്ട് കഴിഞ്ഞു, അവിടേക്കുള്ളത് കഴിഞ്ഞു. ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മോള് ഇപ്പോൾ എൻ്റെ ഒക്കത്ത് കൂടിയിട്ടുണ്ട്, അവളിപ്പോൾ താഴെയൊന്നും കിടക്കണില്ല. അതുകൊണ്ട് ഞാനിത് ചീനച്ചട്ടിയിൽ നിട്ടൊന്ന് പൊരിക്കണമെന്നില്ല, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അതാകുമ്പോൾ സിമ്പിളാണല്ലോ, നമ്മൾ ഇതിന് ഒപ്പം നിൽക്കുന്നത് വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ ചൂടാക്കിയ ശേഷം എണ്ണ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു. ശേഷം അത് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ. അപ്പോൾ കറിവേപ്പില ചേർത്തിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ലോ ഫ്ലെയിമിലിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടും ഉള്ളൊക്കെ. അപ്പം ഇങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് തന്നെ ഞാനിത് ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാ ഫ്രൈ ആക്കണത് പോലെ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് വെന്തിട്ടുണ്ട്. അതിന് ശേഷം വലിയ മോൾക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ്. കാരണം അവൾ നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കണോണ്ട് നേരത്തെ ഉറങ്ങും. അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ അവൾക്ക് ചോറ് വിളമ്പി കൊടുക്കാൻ വിചാരിച്ചു. അവൾക്ക് ചോറ് വിളമ്പിന് ശേഷം ഞാൻ ചെറിയ മോളെ ഉറക്കാൻ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അവൾക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ഏതായാലും ഒന്ന് പോയോക്കട്ടെ. അപ്പോൾ അതിന് മുന്നായിട്ട് മോൾക്ക് ചോറ് വിളമ്പി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് കറി വെണ്ടക്ക കറി ആയിരുന്നു. അപ്പോൾ അവൾക്ക് വെണ്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്, വെണ്ടക്കൊക്കെ അവൾ കഴിക്കും. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾ ഫേവറേറ്റ് ആയിട്ടുള്ള കോളിഫ്ലവറാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ചോറേ ഇപ്പോൾ വിളമ്പിയിട്ടുള്ളൂ. ചിലപ്പോൾ അങ്ങനെ കഴിക്കും, ചിലപ്പോൾ തീരെ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് മട്ടം. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ പാത്രങ്ങളൊക്കെ അവിടെ മോറാനൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ മോളെ ഉറക്കിയിട്ടാകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ മോളൊക്കെ ഉറക്കി വന്നു. ഇപ്പോൾ ഒരു 9:30 ആയിട്ട് സമയം. അപ്പോൾ അതിനിടയ്ക്ക് ഗസ്റ്റൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നാക്കണത് മീൻ ഹസ്ബൻഡിന് അച്ചാറിടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള മീൻ നന്നാക്കുകയാണ്. അപ്പം ബത്തൽ മീനിൻ്റെ നത്തോലി ഞങ്ങളുടെ നാട്ടിൽ ബത്തൽ എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു മീനിൻ്റെ അച്ചാറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാണ്. കാരണം അതൊരു കിലോ ഉണ്ട്, ഒരുപാടുണ്ട് ഈ മീൻ. അപ്പോൾ പകലെന്തായാലും നടക്കില്ല, മോളുണ്ടാവണമുണ്ട്. അപ്പോൾ രാത്രി നന്നാക്കി വെക്കുക, അവൾ ഉറങ്ങുന്ന സമയത്ത് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പകലാവുമ്പോൾ രാവിലെ വലിയ മോളെ സ്കൂൾക്ക് പറഞ്ഞയക്കലും ഇവളുടെ അവൾക്കുള്ളതൊക്കെ ഒരുക്കുമ്പോഴേക്കൊക്കെ ആകെ നേരം വൈകും. അപ്പോൾ ഇപ്പോൾ രാത്രി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അച്ചാർ നാളെ ഇടാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാനും ഇമ്മയും കൂടിയാണ് നന്നാക്കുന്നത്. ഇമ്മ താഴെ ഇരുന്ന് നന്നാക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് നന്നാക്കുകയാണ്.
ഈ മീൻ നന്നാക്കൽ വലിയ എനിക്ക് എക്സ്പെർട്ടുള്ള പണിയൊന്നുമല്ല. അപ്പോൾ ഇത് ഒരുപാട് ടൈം വേണ്ടിട്ട് എനിക്ക്, കാരണം ഇവിടെ സാധാരണ മീൻ നന്നാക്കി എനിക്ക് തരല് ഇവിടുത്തെ ഉമ്മയാണ്. പിന്നെ എൻ്റെ വീട്ടിലും എനിക്ക് വലിയ ശീലമൊന്നുമില്ല. പിന്നെ ഗതി കെട്ടാൽ പുല്ലെന്നൊന്നും പറഞ്ഞാൽ വലിയ സാഹചര്യങ്ങളിലൊക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് മീൻ നന്നാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ടൈം കുറവുകൊണ്ടും പിന്നെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ആയത്. പിന്നെ ചെറിയ മോളൊക്കെ അല്ലേ, അപ്പോൾ ഇമ്മനെ നന്നാക്കി തരലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വൈദ്യുതി പോകണമൊക്കെ ഉണ്ട്, ചെറിയ മീനായിട്ട് കയ്യിലാണെങ്കിൽ പിടിച്ചിട്ട് നിൽക്കണില്ല. അപ്പോൾ ഒരുപാട് ടൈം പിടിച്ചു ഇതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ചാറിടാൻ വേണ്ടി അതുകൊണ്ട് അത്രയൊക്കെ അധികം. ഏതായാലും ഒരു മണിക്കൂറായപ്പോഴത്തേനും കഴിഞ്ഞു. ഹിമ്മി സഹായിച്ചിരുന്നു. അങ്ങനെ അച്ചാറിന് വേണ്ടിയുള്ള മീനും നന്നാക്കി വെച്ചു. അപ്പോൾ മീൻ നന്നാക്കിയ ശേഷം ഇത് നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുന്നായിട്ട് ഞാനിത് ഉപ്പിലിട്ടെങ്ങാണ്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതുമ്പത്തെ ആ ഒരു കളറൊക്കെ ഉണ്ടല്ലോ, ഇതുമ്പോൾ എന്തൊക്കെയോ ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട് നന്നായിട്ട് ഇത് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് വെക്കണമെന്നൊന്നും പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം വെള്ളം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഗ്ലേസിങ്ങൊക്കെ പോയി കിട്ടും. നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട്. ശേഷം ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മീനൊക്കെ നന്നാക്കിയതല്ല, അപ്പോൾ സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു, രാത്രിയിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ തിന്നിട്ടോ, അതിൻ്റെ മോൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വേക്കിലൂടെ തന്നെ ലാസ്റ്റ് ഞാൻ ആൾക്ക് വാരി കൊടുത്തേക്കാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ രാവിലേക്കുള്ള ചായക്കുള്ള കടിക്ക് വേണ്ടി ഞാനിവിടെ അരി വെള്ളത്തിലിടുകയാണ്. അപ്പോൾ നാളെ ഓട്ടട ചുടാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് അരി വെള്ളത്തിലിടുന്നത്. ശേഷം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിക്കാണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.